കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണ നിർദ്ദേശത്തിന് അംഗീകാരം. GST 2 സ്ലാബുകളാക്കാനുള്ള നിർദ്ദേശം ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം അംഗീകരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സാധനങ്ങളുടെ വില കുറയും എന്നുള്ളത് ആശ്വാസകരം. അതുപോലെ ഇടത്തരം വരുമാനക്കാർക്ക്, താഴ്ന്ന വരുമാനക്കാർക്ക്, ചെറുകിട സംരംഭങ്ങൾക്കൊക്കെ ആശ്വാസകരമാവുന്ന തീരുമാനം. വിവരങ്ങൾ ബൽറാം. റിജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് GST നിരക്ക് ലഘൂകരിക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചത്. അത് ഒരു ദീപാവലി സമ്മാനമായാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ചേരുന്ന ആദ്യ GST ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം, അത് GST നിരക്ക് ലഘൂകരണം സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം ആണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള 4 നിരക്ക് ഘടന 5%, 12%, 18%, 28% എന്നിവയിൽ നിന്നും 2 ഘടനകൾ മാത്രമുള്ള, അതായത് 5%, 18% എന്നീ 2 ഘടനകൾ മാത്രമുള്ള GST വ്യവസ്ഥ കൊണ്ടുവരണം എന്ന ശുപാർശയാണ് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ 12% മുകളിലോ അതിന് മുകളിലുള്ളതോ ആയ ചില വസ്തുക്കളുടെ നികുതി നിരക്ക് 5% കുറയും. അത് പ്രധാനമായും ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നികുതിയിലാണ് ഈ കുറവ് വരിക. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും 5%-ലേക്ക് കുറയും എന്നുള്ളതാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ GST കൗൺസിലിന്റെ അംഗീകാരം ഇതിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുമാണ് കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത്. ഇന്ന് ചേർന്ന 6 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗത്തിൽ കേരളം, പശ്ചിമ ബംഗാൾ, ബീഹാർ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് പങ്കെടുത്തത്. ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്.